എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് +1 റെഗുലർ വിദ്യാർത്ഥികളുടെ റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, അതുപോലെ തന്നെ ഫോട്ടോ കോപ്പി എന്നിവയ്ക്ക് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള +1 വിദ്യാർത്ഥികളുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ കാര്യമാണ് നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനാകും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. റെഗുലറായിട്ട് +1 പരീക്ഷ എഴുതുകയും അതിനുശേഷം ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന +2, അതായത് +1 കഴിഞ്ഞ് +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരുടെ +1ൽ തോറ്റ വിഷയം അല്ലെങ്കിൽ അതിൽ മാർക്ക് കുറഞ്ഞ വിഷയം അതൊക്കെ പലരും റീവാലുവേഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കും. റീവാലുവേഷൻ എന്ന് പറയുന്നത് നമ്മളുടെ കുറഞ്ഞ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് 500 രൂപയോ അതിൽ കൂടുതലോ നമ്മൾ ഫീ അടച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രൂട്ടിനിയും നമ്മൾ ഫീ അടയ്ക്കുന്നതാണ്. ഫോട്ടോ കോപ്പിയും അതുപോലെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ റിസൾട്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന അപേക്ഷ, ആ അപേക്ഷയുടെ അതുമായി ബന്ധപ്പെടുത്ത അപേക്ഷ കൊടുത്ത ആളുകൾക്ക് മാത്രമായിട്ട്, അപേക്ഷ കൊടുത്തിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമായിട്ട് അവരുടെ ഏത് വിഷയമാണോ അവർ അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ വിഷയം ഒന്നുകൂടി വെരിഫൈ ചെയ്യും, അല്ലെങ്കിൽ ഒന്നുകൂടി എന്ത് ചെയ്തിട്ടുണ്ടാകും, വാല്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വാല്യൂ ചെയ്തതിൻ്റെ റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇന്നാണ് റിസൾട്ട് വന്നിട്ടുള്ളത്. ഇന്ന് ഉച്ചയ്ക്കാണ് റിസൾട്ട് വന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ഓക്കെ, സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് വിവരങ്ങൾ അറിയാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ റീവാലുവേഷൻ കൊടുത്തിരിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കൾക്കോ അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ആർക്ക് വേണമെങ്കിലും റിസൾട്ട് ചെക്ക് ചെയ്യാം. കുട്ടികൾക്ക് ഡയറക്റ്റ് ആയിട്ട് റിസൾട്ട് ചെക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, നമുക്ക് ഗൂഗിളിൽ അല്ലെങ്കിൽ ഗൂഗിൾ ക്രോമിൽ DHSE കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുക്കുക. DHSE കേരള, ഓക്കെ, DHSE കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിച്ചിരിക്കുന്നത് പോലുള്ള ഒരു പേജ് കിട്ടും. ഈ പേജിൽ DHSE കേരള എന്ന് പറയുന്ന മുകൾ ഭാഗത്തെ ഏറ്റവും ആദ്യത്തെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലുള്ള ഒരു പേജിലേക്ക് വരും. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ, ജനറൽ എഡ്യൂക്കേഷൻ കേരള എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭാഗത്ത് താഴെ അവിടെ സർക്കുലർ കാണാൻ സാധിക്കും. ആ സർക്കുലറിൽ ഡേറ്റ് ഇട്ടിട്ട് സർക്കുലർ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് RVF റിവാലുവേഷൻ സ്ക്രൂട്ടിനി റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് 2025 എന്ന് എഴുതിയിട്ടുള്ള ഒരു സർക്കുലറാണത്. അതിന് താഴെ നമുക്ക് മറ്റൊരു സർക്കുലർ കാണാം. റിസൾട്ട് RVTN റിവാലുവേഷൻ റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് 2025 വിത്ത് 10% ഡിഫറൻസ് എന്ന് കൊടുത്തിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ട്. അതുപോലെ റിസൾട്ട് RVFM റിവാലുവേഷൻ റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് 2025 വിത്ത് മാർക്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർക്കുലർ കാണാം. അതുപോലെ റിസൾട്ട് RVF റിവാലുവേഷൻ ഓർ സ്ക്രൂട്ടിനി റിസൾട്ട് ഫസ്റ്റ് ഇയർ മാർച്ച് 2025 ചേഞ്ച് നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലറും കാണാം. ഇങ്ങനെ 4 സർക്കുലറാണ് ഈ ഒരു റീവാലുവേഷൻ റിസൾട്ടുമായിട്ട് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4എണ്ണത്തിൽ നമുക്ക് പ്രധാനമായിട്ട് കൊടുത്തിരിക്കുന്നത് റീവാലുവേഷൻ്റെ റിസൾട്ട് വന്നതുണ്ടാകും, അതുപോലെ സ്ക്രൂട്ടിനിയുടെ റിസൾട്ട് വന്നിട്ടുണ്ടാകും. പിന്നെ ഫോട്ടോ കോപ്പിയുടെ റിസൾട്ട് അതിൽ പബ്ലിഷ് ചെയ്യില്ല. ഫോട്ടോ കോപ്പി നമുക്ക് നേരിട്ട് അയച്ചു തരികയാണ് ചെയ്യുക. പിന്നെ അത് തന്നെ റീവാലുവേഷനിൽ 2 തരം റീവാലുവേഷൻ്റെ റിസൾട്ട് ഉണ്ടാകും. ഒന്ന് മാർക്ക് മാറിയ വിത്ത് മാർക്ക് ഉണ്ടാകും, എത്ര മാർക്ക് മാറി എന്നുള്ളത് ഉണ്ടാകും. അതുപോലെ തന്നെ 10% മാർക്ക് ഡിഫറൻറ്റ് വന്നവർക്ക്, കൂടിയ ആളുകൾക്ക് അവർ ആരൊക്കെയാണെന്നുള്ളത് കാണിക്കും. അതുപോലെ ചേഞ്ച് നോ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട്, അതായത് റീവാലുവേഷൻ കൊടുത്തിട്ടും മാർക്കിൽ മാറ്റമൊന്നുമില്ല, പഴയ മാർക്ക് തന്നെയാണ് നിലവിലുള്ളത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർക്കുലർ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഈ 4 സർക്കുലറും ഒന്ന് സെർച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് ഓരോന്നും ചെക്ക് ചെയ്യാൻ സാധിക്കും. താഴേക്ക് സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ വലിയ ലിസ്റ്റ് കിട്ടും. ആ ലിസ്റ്റിൽ ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് കോളത്തിൽ രജിസ്റ്റർ നമ്പർ ഉണ്ടാവും. സെക്കൻഡ് കോളത്തിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേപ്പർ ഏതാണ്, റിവാല്യൂ ചെയ്യാൻ കൊടുത്തിരിക്കുന്ന പേപ്പറിൻ്റെ പേരുണ്ടാകും. അപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ് ആണെങ്കിൽ അത്, ഹിസ്റ്ററി ആണെങ്കിൽ അങ്ങനെ ഏതിലാണോ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആ പേപ്പറിൻ്റെ പേരുണ്ടാവും. റൈറ്റ് സൈഡിൽ 3ാമത്തെ കോളത്തിൽ അതിൽ ചേഞ്ച് ആണെങ്കിൽ ചേഞ്ച് എന്നുണ്ടാകും, ചേഞ്ച് അല്ലെങ്കിൽ നോ ചേഞ്ച് എന്നുണ്ടാകും. മാർക്ക് മാറിയിട്ടുണ്ടെങ്കിൽ ചേഞ്ച് എന്നുണ്ടാകും, ഇല്ലെങ്കിൽ നോ ചേഞ്ച് എന്നുണ്ടാകും. പിന്നെ എത്ര ശതമാനം മാറി എന്നുള്ളത് കാണാൻ നമ്മൾ നെക്സ്റ്റ് വിത്ത് മാർക്സ് എന്നുള്ളതിൽ നോക്കുക. അതിന് ശേഷം നമുക്ക് 10% എബോവ് മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക്
എന്താണ്, നമ്മൾ കൊടുത്ത പൈസ നമുക്ക് തിരിച്ചു കിട്ടും. അടച്ച പൈസ, റീവാലുവേഷന് വേണ്ടി നമ്മൾ അടച്ച പൈസ തിരിച്ചു കിട്ടും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ സ്കൂളിൽ ടീച്ചേഴ്സ്, ക്ലാസ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും, സാധാരണ ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പിന്നെ പൈസ തിരിച്ചു കിട്ടാനുള്ള ആളുകൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ സ്കൂളിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഡാറ്റ തരും. ഓക്കെ, ഡീറ്റെയിൽ തരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതട്ടെ. തീർച്ചയായും ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഈ ചാനലിൽ ഇത്തരത്തിലുള്ള അപ്ഡേഷൻ മാത്രമല്ല, നമ്മുടെ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട ക്ലാസുകൾ, ഓക്കെ, കൃത്യമായിട്ടുള്ള ക്ലാസുകൾ നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് കിട്ടാൻ നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന് അമർത്തുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളും കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കുമായിട്ട് പുതിയ വീഡിയോ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.